കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ അടുത്ത് തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് നിവിൻ വരുന്നു എന്നുള്ളത്, അഖിൽ വരുന്നു എന്നുള്ള കാര്യം എല്ലാം പറഞ്ഞു. രാജീവേട്ടാ വെൽക്കം. ആദ്യമേ എവർക്കുള്ളൊരു സ്വാഗതം പറഞ്ഞ് തുടങ്ങട്ടെ. കാരണം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതാണ് നാളെ ക്രിസ്മസ് റിലീസായിട്ട് മലയാളത്തിൽ. ഇപ്പം കഴിഞ്ഞ ഈ ഒരു വർഷം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഒരു സുവർണ വർഷം തന്നെയാണ്. കാരണം മികച്ച ഒരുപാട് സിനിമകൾ വന്ന് അത് അതിൻ്റെ ഒരു എന്നോട്ടായിട്ട് നമുക്ക് സർവ്വമായേയും കൂടി കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഓരോ മലയാളി ആഗ്രഹിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ് ആൻഡ് വെൽക്കം നിവിൻ, വെൽക്കം അഖിൽ, വെൽക്കം രാജീവേട്ടാ, വെൽക്കം നിവിൻ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, പക്ഷേ നമ്മൾ നിവിനെ മിസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നിവിൻ്റെ ഒരു റിലീസിന് വേണ്ടിയിട്ട് മലയാളി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നതാ ഇവിടെ വേണമെങ്കിൽ നമ്മുടെ മെസ്സേജ് സ്ക്രീൻ ഒന്ന് നോക്കിയാൽ തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വി വാണ്ട് അവർ നിതിൻ മോണി. ശരിക്കും അല്ലേ, ശരിക്കും നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷത്തിലാണ് തിരിച്ച് പിന്നെ നമ്മൾ നിവിനെ പിന്നീട് കാണുന്നത്. ഇപ്പോ വീണ്ടും നിവിൻ വരുന്നു. അതും നിവിൻ്റെ നമ്മളെപ്പോഴും നമ്മുടെ, അതായത് നമ്മളൊരു നിവിനെ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു കാര്യം, നിവിൻ്റെ ഒരു ചെറിയ എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതും പ്രത്യേകിച്ചും അപ്പുറത്ത് നിൽക്കുന്നത് അജുവും കൂടിയാണെങ്കിൽ ശരിക്കും ആ എലമെന്റ്സ് നമുക്ക് ട്രെയിലറിൽ കണ്ടു, നമ്മളിതിൻ്റെ പാട്ടുകളിൽ കണ്ടു. അപ്പോൾ അത് തന്നെയാണ് സിനിമ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണ് നിവിൻ്റെ ഈ സർവ്വമായ പറ്റി നമുക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്? എല്ലാം പറയും. സർവമായ എന്താ പറയുക, ഒരു ഫാമിലി ഫീൽ ഗുഡ് സിനിമ. അതിനപ്പുറം നമ്മളൊന്നും പറയുന്നില്ല. ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് ഹ്യൂമർ ഉണ്ട്, അത്യാവശ്യം ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഗോസ്റ്റ് സ്റ്റോറി ഉണ്ട്. എന്നാൽ ഇത് എല്ലാം പറയുന്നത് നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രിമൈസിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര റിലേറ്റബിൾ ആണ്. നമുക്കൊരു മനസ്സ് നിറയുന്ന ഒരു അനുഭവം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചത്. മലയാളികൾക്കൊരു ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നമുക്ക് ഫാമിലിയും പിള്ളേരുടെയും കൂടെ വന്ന് കണ്ട് ഹാപ്പി ആയി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സിനിമ. വണ്ടർഫുൾ. ഇല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന നിങ്ങളുടെ സംവിധായകൻ ഒരു സംഭവം എന്ന് വെച്ചാൽ നേരത്തെ അത്ഭുതങ്ങളൊക്കെ ഇപ്പം മായയായി. താങ്കൾക്ക് ഈ ഒരു പറയാം അത് അച്ഛൻ ഏറ്റവും ഒരുപക്ഷെ ഞാൻ പറഞ്ഞ അഖിൽ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഡയറക്ടർ സത്യനന്ദിക്കാടിന്റെ മകനാണ്. രണ്ടുപേര് ഞാനിന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് ഞാൻ അഖിൽ സത്യം നമുക്ക് എത്രയും നാളായിട്ട് അറിയാം. അല്ലാതെ ബ്രദർ ട്വിൻ ബ്രദേഴ്സിനെ തോളത്തടിക്കും തീർച്ചയായും. ഞാൻ പറഞ്ഞ അത്ഭുത വിളക്ക്, പക്ഷെ അതിനകത്ത് യഥാർത്ഥത്തിൽ അത്ഭുത വിളക്ക് വലിയൊരു മെറ്റഫർ ആണ്. പക്ഷെ ഇവിടെ മായ മെറ്റഫർ ആണോ അല്ലേ എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ. മായ തന്നെയാണ്. അത് പറയാം, അച്ഛൻ അധികം കൈവയ്ക്കാത്ത ഒരു മേഖലയാണ് ഫാന്റസി. അച്ഛൻ പണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ അതിന് ഫാന്റസി എന്നല്ല, സറ്റായിരുന്നു. എന്ത് രസമായിട്ട്. അപ്പോ എന്താണ് സർവ്വമായയിലോട്ട് എത്തിച്ചത്, മാസ്കറ്റിലോട്ട് എത്തുന്നതിന്റെ ഒരു കാര്യം? ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് നമുക്കറിയുന്ന പ്രിമൈസിൽ എനിക്ക് ഗ്രാമത്തിലൊരു സിനിമ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പാച്ചു കൂടുതലും ഗോവയും ബോംബെയൊക്കെ. അപ്പോൾ ഞാൻ വളർന്നത് 25 വയസ്സ് വരെ നാട്ടിൽ തന്നെയാണ്, അന്തിക്കട തന്നെയാണ്. അപ്പോൾ നമുക്കറിയുന്ന പശ്ചാത്തലത്തിൽ ഒരു കഥ പറയണമെന്നുണ്ടായിരുന്നു. അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറോ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിവിൻ വന്നപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേജ് സെറ്റായി. ഇനി അതിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പുഷ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് തിയേറ്ററിക്കലി നമുക്കൊരു സക്സസ് അച്ചീവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ പണ്ടത്തെ പോലെ അത്ര OTT ഫ്രീഡം ഇല്ല, ബാക്ക് ടു റിയാലിറ്റിയാണ്. അപ്പോൾ തിയേറ്റേഴ്സിൽ നമുക്ക് ഒരു കുഞ്ഞു സൂത്രം വേണം ആൾക്കാരെ ഒന്ന് കൊണ്ടുവരാൻ. ആ സൂത്രമായിരുന്നു ശരിക്കും പ്രേതം. പക്ഷേ നമുക്ക് എഴുതുമ്പോൾ സംഭവിച്ചത് ആ പ്രേതം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഇത് മാറി. ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് പ്രേതം വരുമ്പോൾ റിയൽ സീൻസ് എല്ലാം കുറച്ചുകൂടി ഒരു പുതുമയോടെ വന്നതുകൊണ്ട് എനിക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. ആ തോട്ടാണ് ഇവഞ്ച്വലി എനിക്ക് എന്നും ഇഷ്ടമുള്ള സിനിമയായിട്ട് മാറാൻ പോകുന്നത്. വണ്ടർഫുൾ. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു USP എന്ന് പറയുന്നത് അല്ലേ. വളരെ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസറിനെ കൊണ്ടുവന്നതും അത് തന്നെയാണ്. തീർച്ചയായിട്ടും. എന്താണ് രാജുവേട്ടൻ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയിലോട്ട് കൈ വയ്ക്കാൻ കാര്യം എന്നാണ് പറയും? ആക്ച്വലി ഞങ്ങള് രണ്ടുപേരാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഞാനും എൻ്റെ സുഹൃത്ത് അജയ് ഇവിടെ ബേസ്ഡ് ഔട്ട് ഓഫ് അബുദാബിയാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും നമുക്ക് അഖിലി കഥ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നും ആലോചിച്ചില്ല, അത്ര ഇമ്പ്രസ്ഡായി ഈ കഥയിൽ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. ആക്ച്വലി ബാക്കി ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ വേറെ ഏത് ഇൻഡസ്ട്രിയും പോലെ ഫിലിം ഇൻഡസ്ട്രീനൊരു ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർവമായ. പിന്നെ ഏത് ടീം വർക്കിലും ഒരു ടീം ലീഡർ വേണം.
അതെ. ഇവിടുത്തെ ലീഡർ എന്ന് പറഞ്ഞാൽ ഡയറക്ടറാണ്. അഖിൽ അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. ഒരു പ്രശ്നമില്ലാണ്ട്, ഒരു ക്രൈസിസ് ഇല്ലാണ്ട് ഷൂട്ട് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു. നാളെ റിലീസിന് എത്തിയ സിനിമ. അപ്പൊ എല്ലാവരും നല്ല പ്രതീക്ഷയിലാണ്. അല്ല, അത് മാത്രമല്ല, ഇതൊരു ഞാനിപ്പോഴാണ് അറിയുന്നത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ലൈവ് സിങ്ക് ആയിരുന്നു എന്നുള്ളത്. അത് സിങ്ക് സൗണ്ട് ആണെന്നുള്ളത് അറിയില്ലായിരുന്നു. ഒരു പ്രോപ്പർ നമ്മൾ എന്തായിരുന്നാലും ഈ പറഞ്ഞ പോലാണ്, അഖിലിപ്പോ നേരത്തെ പറഞ്ഞ പോലാണ്, നമ്മുടെ പ്രമൈസ് കാണുന്നത് നാടും ഗ്രാമവും. ആ ഗ്രാമത്തില് സാധാരണ പറയാറുണ്ട്, പണ്ട് മലയാള സിനിമ ഒരു ക്യാമറ ഒരു സൈഡിലോട്ട് ഒരു ഗ്രാമത്തിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഉടൻ തന്നെ തുണി അലക്കണ സൗണ്ട് കിട്ടും, ഇപ്പുറത്ത് കഴിഞ്ഞാൽ ഒരു മറ്റേ ഉരലിട്ടടിക്കുന്ന സൗണ്ട് കിട്ടും എന്നൊക്കെ പറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ നിങ്ങൾക്ക്? ഇതിൽ അത്ര പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അത് മുമ്പ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ഏരിയ നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പല ലെയറിലായിട്ടാണ് ഇവർ സൈലൻസിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിർത്തുക. ഇപ്പം ഇങ്ങനെ കുറച്ചും കൂടി ടെക്നോളജി അഡ്വാൻസ് ആയതുകൊണ്ട് നമുക്ക് അത് കുറേയൊക്കെ ഓക്കെയാണ്. കുറേ എല്ലാം നമുക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്ന ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ് അത് ഓൾറെഡി മാപ്ഡ് ആണ്. അപ്പോൾ ആ സൗണ്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ വിഷയം നമ്മൾ ഡയലോഗ് മൊത്തം പഠിക്കണം എന്നുള്ളതാണ്. അറിയാലോ ഇതിന്. അത് മാത്രമേ അതിനകത്ത് ഏക ഒരു പ്രശ്നമുള്ളൂ. മറ്റല്ലെങ്കിൽ നമുക്ക് പ്രോംപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗുണം എന്ന് പറഞ്ഞാൽ ഡബില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി തീർന്നു. പിന്നീട് നമ്മളൊരു 5-8 ദിവസം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഗുണമുണ്ട്. ഞാൻ സിംഗ് സൗണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു അപ്പം നമുക്ക് സമയം എടുത്ത് ചെയ്യാം. കാരണം ഡയലോഗ് പഠിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ പഠിച്ചു ഇനി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡയലോഗ് പറഞ്ഞു പോകാം. മാത്രമല്ല എനിക്കൊരു ഗിവ് ആൻഡ് ടേക്കിലും അത് ഭയങ്കര ഗുണം ചെയ്യുമല്ലോ, നിങ്ങളുടെ ഇടയിലുള്ള ടൈമിങ്ങിലും. അപ്പുറത്ത് നിൽക്കുന്നത് അജുവും കൂടി. അജുവിന് പക്ഷെ ഭയങ്കര ദേഷ്യമാണ്. എന്തിനാണ് സിംഗ് സൗണ്ട്? ഞാൻ ഡബിലാണ് എന്റെ വോയിസ് കൂട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഡബ് ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് മാറ്റൊന്നും വരാറില്ല. അപ്പൊ ഇതിലും മച്ചാനും പ്രശ്നം അതാണ്, ഡയലോഗ് പഠിക്കണം. അപ്പൊ അതിന്റെ ചെറിയൊരു മാത്രമല്ല അജുന് കുറച്ച് മറ്റേ ഇതുണ്ട്, ഇന്നസെന്റ് എന്നൊക്കെ പഠിച്ചെടുത്ത കുറച്ച് കള്ളത്തരങ്ങളുണ്ട്. പഴയ സിനിമയിലുള്ള സാധനങ്ങളുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ കൂട്ടിയിട്ട് സൗണ്ട് കുറച്ചിട്ടൊക്കെ ചെയ്യണം അജുൻ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു മച്ചാന്. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് പേടിച്ചത് അജുവായിരുന്നു. പക്ഷെ നല്ല ടീമാണ് ടെക്നിക്കലി. ഇപ്പോൾ ഒരു ഫീൽ ഗുഡ് പടം എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിന്റെ അനിൽ ആദർശനുള്ള പുറത്തുള്ള ബോളിവുഡിലൊക്കെ ഉള്ള ആളെ വന്ന് ചെയ്തിട്ടുള്ളത്, ഉഡ്താ പഞ്ച പോലുള്ള വലിയ പടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ ക്രൂ ടോട്ടലി ഷാരൂഖ് ഖാന്റെ മൈക്ക് പിടിക്കുന്ന ആളാണ് നിവിൻ മൈക്ക് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ക്വാളിറ്റി വേറെയാണ്. സിംഗ് സൗണ്ട് ശരിക്കും നല്ല അധ്വാനമുള്ള, നല്ല ടെക്നിക്കലി അപ്ഡേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് പോലും ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈൻ ആക്ച്വലി പുറത്തുനിന്നാണ്. രാജീവ് എന്നുള്ള ഗൗതം മേനോന്റെ സിനിമ ഒക്കെ ചെയ്യുന്ന, ഗോഡ് വിജയന്റെ ഒക്കെ ചെയ്തിട്ടുള്ള, അമരൻ ചെയ്തിട്ടുള്ള രാജീവ് എന്നുള്ള ഒരാളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരനാണ്. ജസ്റ്റിൻ തെലുങ്കിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഭയങ്കര രസമായിട്ട് ആക്സെന്റ് ചെയ്തിരിക്കുന്നു സിനിമ. നമ്മളിപ്പോ ഇതുവരെ കണ്ടതിലൊക്കെ ശരിക്കും ഇതിനകത്ത് നമ്മൾ കുറച്ച് ഇതിപ്പോ നമ്മൾ അതാണ് പറഞ്ഞത്, ഈ പടത്തിന്റെ ട്രെയിലർ നമുക്ക് എത്രത്തോളം ലീഡിംഗ് ആണ് മിസ്ലീഡിംഗ് ആണെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ടും അതുപോലെ തന്നെ വന്നിട്ടുള്ള പാട്ടുകൾ മന്ത്രവാദം കുറച്ച് കാണുന്നുണ്ടല്ലോ, കുറച്ച് പഠിക്കേണ്ടി വന്നു. അതായത് പൂജ ചെയ്യണമല്ലോ. അപ്പൊ പൂജ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട പേരെന്താ, മന്ത്രങ്ങൾ തന്നെയല്ലേ, പൂജാവിധികൾ. അതെ, പൂജാവിധികൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇത് വേറെ ആരെയും അങ്ങനെ ചെയ്യുന്നവരുടെ സെന്റിമെന്റ്സിനെ നമ്മൾ ചെയ്യരുതല്ലോ. അപ്പം ഞാനും അജിത് കുറെ പഠിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളത് മാത്രം നോക്കി ഞങ്ങൾ രണ്ടുപേരും പഠിച്ചു. അതിനൊരു BTS കാണിക്കുന്നുണ്ട്, ഒരാൾ കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര പാടായിട്ട് ഇതൊന്നും പറ്റൂല, മൂന്നാലിനൊക്കെ മതി നമുക്ക് പഠിക്കാനായിട്ട്. ഏറ്റവും എളുപ്പമുള്ളത് നോക്കി നമ്മൾ പഠിച്ചു, അത് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട്. പടത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പോലെ തന്നെ 2 നമ്പൂരിമാരുണ്ടായിരുന്നു. അവർ പറയുന്ന പോലെ ചെയ്തിട്ടുള്ളൂ. പൂജ മാത്രമല്ല, ചില ആക്ഷൻ, ചില വാക്കുകളെല്ലാം അവർ കറക്റ്റ് ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ പറയാറില്ല. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പൂടുന്ന രീതി തന്നെ നമുക്ക് ഇങ്ങനെ ഇടാനല്ല, പക്ഷെ ഇവര് ഇങ്ങനെയാണ്. അപ്പൊ അതൊക്കെ അതും തന്ത്രവിദ്യാപീഠത്തില് മാസ്റ്റേഴ്സ് കഴിഞ്ഞ 2 പേരായിരുന്നു. അതെ ഉണ്ടായിരുന്നു ഫുൾ ടൈം. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതാണ് പടത്തിന്റെ കാര്യത്തിൽ. നിവിന്റെ ഒരു കാര്യം, നിവിന്റെ നമുക്ക് എപ്പോഴും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമർ എന്ന് പറയുന്ന സംഭവം വളരെ, ഞാൻ എപ്പോഴും നിവിനോടും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അജുവിനോടും ഒക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള നടന്മാരിൽ വളരെ ഇനേറ്റ് ആയിട്ട്, വളരെ നാച്ചുറലായിട്ട് ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിവിൻ.
പക്ഷേ പലപ്പോഴും നിവിൻ അവിടെ നിന്ന് മാറി ആക്ഷനും ഇതുമായിരിക്കും കൂടുതൽ വരുന്നതെന്നുള്ളതാണ് നമ്മൾ കാണാറ്. പക്ഷെ ഇതിനകത്ത് വീണ്ടും ആ ഒരു എലമെന്റിലോട്ട് വന്നപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. കാരണം സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എൻ്റെ അടുത്ത് അഖിൽ പറഞ്ഞ ഒരു വേർഡാണ്. അതായത് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു 50 ദിവസം തീരുമാനിച്ചോളൂ, അതാണ് ഈ സിനിമ. വേറെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും വേണ്ട, നീ ഹാപ്പി ആയിട്ടിരിക്കും, വേറെ ഒന്നും വേണ്ട. എന്നെ ആദ്യമായിട്ടാണ് ഒരാളങ്ങനെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ ഡേറ്റ് അത് ഇതൊക്കെ ആയിരുന്നു. നീ ഹാപ്പി ആയിട്ടിരുന്നു, വേറെ ഒന്നും നോക്കണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സമാധാനമായി. അപ്പോൾ നമുക്ക് കൂടുതൽ ക്യാരക്ടറായിട്ട് ചിന്തിക്കാൻ പറ്റും, അത് എങ്ങനെ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഹ്യൂമർ കയറ്റാൻ പറ്റും, നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും, ഇതിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അജും കൂടി ആകുമ്പോൾ നമുക്ക് നമ്മൾ സിങ്ക് ഉണ്ടല്ലോ, അത് ഭയങ്കര രസകരമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആണ് നിവിൻ്റെ സീരീസ്. ഞാനത് ആദ്യമേ ഞാൻ ജനങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിവിൻ്റെ സ്റ്റേച്ചറിലുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരു വെബ് സീരീസ് ചെയ്യുമ്പോഴാണ് വെബ് സീരീസിന് ശരിക്കും പറഞ്ഞാൽ ഇനി എല്ലാവർക്കും അതിലോട്ട് വരാം. അതായത് ആ ലെവലിലുള്ള ആർട്ടിസ്റ്റുകൾക്കും അത് ചെയ്യാമെന്നുള്ളതിന് നമുക്ക് മലയാളത്തിൽ ഇപ്പോഴും അതായിട്ടില്ലല്ലോ. മലയാളത്തിൽ ഇപ്പോഴും മുൻനിരയിലുള്ള നടന്മാര് അത് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത് നിവിൻ അതിനുവേണ്ടി ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഫാർമ ഞാൻ കണ്ടു, ഫാർമ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ജിയോ ഹോട്ട്സ്റ്റാർ കിട്ടാത്തത് കൊണ്ട് പലർക്കും കാണാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതാണ് പറയുന്നത്, നമ്മുടെ മറ്റേ നമ്മൾ നിതിൻ മോളി തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത ആളെന്ന് പറയുന്നത് നിവിന്റെ എലമെന്റിലുള്ള ഒരു പടം. അത് തന്നെയാണ് സർവമായ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. ഈ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഏറ്റവും രസിച്ച സീക്വൻസുകൾ ഏതായിരുന്നു? നമ്മൾ നാളെ കാണുമ്പോൾ നമുക്ക് ഒന്ന് ഓർക്കാലോ, ഇതാണ് നിവിൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അജുവായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള സീനുകളാണ്. ഇതിനകത്ത് അജുവിനെ നമ്മളെക്കാളും പ്രായമുള്ള ഒരാളായിട്ട് തന്നെയല്ലേ കാണിച്ചിരിക്കുന്നത്? ഇത്രയും നരയൊക്കെ കസിനായിട്ടാണ്. അപ്പൊ ചേട്ടനാണോ? അങ്ങനെ ഇല്ലല്ലേ, നരയൊക്കെയുള്ള ആളെന്നുള്ള രീതിയിൽ നമ്മളെക്കാളും മൂത്ത ഒരാളായിട്ട് കാണിക്കുന്നത്. ശരിക്കും അജു പ്രൊമോഷണൽ ഇവന്റിലാണ്, സിനിമയിൽ നരയില്ല അജുന്. ഇല്ലല്ലേ? ശരി. പക്ഷെ നെഞ്ചിലൊക്കെ ഫുള്ള് നരയുള്ള പോലെ തോന്നി. നാച്ചുറൽ ഫുൾ ഉണ്ടല്ലോ. അപ്പം എനിക്ക് അജുവായിട്ടുള്ള സീക്വൻസ് ഒക്കെ ഭയങ്കര പ്രേതമായിട്ടുള്ളത് നിവിൻ രസമുണ്ട്. നമുക്ക് പറയാൻ ഞാൻ പറയാതിരിക്കുകയായിരുന്നു, പക്ഷെ നിങ്ങൾ എന്തായാലും പ്രേതം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രേതത്തിന്റെ റിവീൽ എന്ന് പറയുന്നുണ്ട്. നാളെ തിയേറ്ററിലെ ആൾക്കാർ അറിയുള്ളൂ. ഇതുവരെ നമ്മൾ പറഞ്ഞില്ല. ഇതിപ്പം ഞാനും അജുവും അങ്ങനെയുള്ള രീതിയിൽ പോയി തിയേറ്ററിൽ അവർ കാണട്ടെ ആദ്യമായിട്ടെന്നുള്ളൊരു ആരാണ് പ്രേതം എന്നുള്ളത്. അത് ഇതിനകത്ത് മെയിൻ എലമെന്റുമാണ്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അതെന്തായാലും അതാരാണെന്നുള്ളത് തൽക്കാലം മാറ്റി വെച്ചിട്ട് മറ്റൊരു നായികയെ പറ്റി പറയട്ടെ. അഗൈൻ എനിക്ക് തോന്നുന്നു നാഷണൽ ലെവലിൽ വരെ മ്യൂസിക് ആൽബംസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പിന്നീട് എനിക്ക് മലയാളത്തിൽ തൊട്ട് മുമ്പ് മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞൊരു സിനിമ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്രീതി മുകുന്ദനാണ് ഹീറോയിൻ. പ്രീതി മുകുന്ദൻ വൺ ഓഫ് ദ ക്യാരക്ടർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പ്രീതിയുടെ കൂടെ. എനിക്ക് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അതായത് മലയാളം കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ തമിഴാണ്. പക്ഷെ മലയാളം ഡയലോഗ് കൃത്യമായി പഠിച്ച് കറക്റ്റ് ലിപ്സിംഗിൽ വന്ന് ചെയ്തു. അതെ അത് വൻ പ്രൊഫഷണലാണ്. നമ്മൾ വലിയ ഡയലോഗൊക്കെ ബോംബിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മഴ പെയ്തിട്ട് രാത്രിയാണ് ഷൂട്ട്. അപ്പോൾ പുള്ളിക്കാരി കാറി കിടന്ന് ഉറങ്ങി. അപ്പോൾ വലിയ ഡയലോഗുകളാണ്. അപ്പോൾ ഞാനും അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പ്രീതി വിളിച്ചപ്പോൾ ചാടി ഫുൾ ഡയലോഗ് ഏത് ഉറക്കത്തിലും പറയാൻ നമ്മൾ കേട്ടിട്ടില്ല. പുറത്തെ 3 മണിക്ക് വലിയ ഡയലോഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താ പഠിച്ചത്, എവിടെയായിരുന്നു? NIT തൃച്ചി റാങ്ക് ഹോൾഡർ. വെറുതെ അല്ല, സ്വാഭാവികം, മാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഭയങ്കര എല്ലാവരും ഫുൾ സെറ്റ് ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല പ്രൊഫഷണലും വെരി ടാലൻറ്റഡ്, നല്ല ഡാൻസറാണ്, നല്ല സട്ടിൽ പെർഫോമൻസ് ആണ്. തമിഴ്നാട്ടിൽ നിന്ന് പ്രീതനെ പറയുന്ന തമിഴിൽ നിന്ന് പോലും പുള്ളിക്കാർക്ക് എല്ലാവരും എന്താ ഒന്ന് അഭിനയിക്കാത്തതെന്ന് ചോദിക്കുന്നു പറയും. കാരണം സട്ടിൽ പെർഫോമൻസ് മനോഹരമായിട്ട് ചെയ്യുന്ന ആളാണ്. ബ്യൂട്ടിഫുൾ. ഞാൻ ചോദിക്കട്ടെ, അഖിൽ എഴുതി വെച്ച് കഴിഞ്ഞത് ഇപ്പം നിവിനോട് പറഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ചില സീനുകൾ ഉറപ്പായിട്ടും ആ എഴുതി വെച്ചതിനേക്കാൾ മുകളിലോട്ട് എത്തുമല്ലോ. കാരണം പ്രത്യേകിച്ചും ആർട്ടിസ്റ്റുകളുടെ ഇംപ്രവൈസേഷനും അതും ഈ പറയുന്ന പോലെയാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം സമപ്രായക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ആ സെറ്റിന് കിട്ടുന്ന ഒരു ഭയങ്കര ആംബിയൻസും എനർജിയും ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഏതായിരുന്നു അങ്ങനെ ഒരു സീൻ? ഇപ്പൊ ഞാൻ നാളെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ലുക്ക് ഔട്ട് ഫോർ ദാറ്റ് സീൻ എന്ന് പറയുന്നത് ഏതായിരിക്കും ആ സീൻ? എനിക്കൊരു നിവിന്റെ ഹ്യൂമർ എല്ലാം ആക്ച്വലി ഞാൻ എഴുതിയേക്കാളും ബെറ്റർ ആയിട്ടാണ് നിവിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് ഡ്രാഫ്റ്റിലെ മെയിൻ ഹീറോ കുറച്ചൊരു സോഫ്റ്റ് ആയിരുന്നു. നിവിൻ പെർഫോമൻസിൽ തന്നെ ലിഫ്റ്റ് ചെയ്തു. അത് ത്രൂ ഔട്ട് നിവിൻ അത് മെയിൻറ്റെയിൻ ചെയ്തു. അത് സർപ്രൈസിംഗ് ആണ്.
അങ്ങനെയൊക്കെ ചെയ്താലും പടത്തിന്റെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ വേറെ പ്രിമേസിലേക്ക് ഒരു ഡയമെൻഷനിലേക്ക് പോകുന്നുണ്ട്. അതിൽ ഒരു സിംഗിൾ ഷോട്ടിൽ നിവിൻ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഒരു പടത്തിലെ മോസ്റ്റ് ലെങ്തി ഷോട്ടാണ്. നിവിൻ ഒറ്റയ്ക്കാണ് ഡയലോഗ് പറയുന്നത്. അത് എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട്, നമ്മളിപ്പോൾ കാണുന്ന തമാശ പറയുന്ന നിവിൻ അല്ലാതെ വേറൊരു ഉള്ളി തട്ടുന്ന നിവിൻ്റെ ഒരു വേർഷനകത്ത് കാണാൻ പറ്റും. എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം, ബിരിയാണി എനിക്കിതിൽ ആഡ് ചെയ്യാനുള്ള കാര്യം എനിക്ക് തോന്നിയത് എന്താ അറിയോ, നമ്മളിപ്പോ നിവിന്റെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ നിവിന്റെ ഒരു നിഷ്കളങ്കതയും ചിരിയാണ്. നിവിന്റെ എനിക്കോടെ വിജയിച്ച ഏത് സിനിമ നോക്കിക്കഴിഞ്ഞാലും അതിനെ കൊണ്ടുപോയിട്ടുള്ള നിവിന്റെ നിഷ്കളങ്കതയെ കൂടി കൂടിയാണ്. അതെ അതെ ഞാൻ എപ്പോഴും നിവിനിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റബിലിറ്റിയാണ്. അതായത് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ. അത് നമ്മള് ഇപ്പം പണ്ട് ലാലേട്ടനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പം അച്ഛന്റെ പടങ്ങളിൽ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് ടി പി ബാലഗോപാലിന്റെ അമ്മയാണെങ്കിലും ഏത് പടമാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ എന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് ആ പയ്യൻ വഷളാണോ അല്ലേ ആ വഷളാവുമ്പോഴാണ് കുറച്ചുകൂടി ഇഷ്ടമാവുന്നത്. അല്ല, ആ നിഷ്കളങ്കത ഈ പടത്തിന് മുന്നോട്ട് കൊണ്ടുപോയിക്കണെന്ന് എനിക്ക് തോന്നിക്കണേ അവസാനം വരെ അതാണ് പോയിക്കണത് ശരിക്കും. അല്ല, അത് നിവിൻ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു അൽഫോൺസിന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു. എനിക്കൊരു പ്രകൃതിയുടെ ഇന്റർവ്യൂലാണെന്ന് പറഞ്ഞു. അൽഫോൺസിന്റെ ആകെ പ്രേമത്തിന്റെ കഥ വിളിച്ച് പറഞ്ഞു വെച്ചാൽ എടാ 3 പ്രേമുണ്ട്. ഇല്ല, ഈ ശരിക്കും ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ അഖില് പറഞ്ഞതെന്ന് പറഞ്ഞത് ഇതാണ് പറഞ്ഞതെന്ന് പറയില്ല, 50 ദിവസം ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് നിൽക്കുക. പക്ഷെ സ്റ്റോറി പറയുമ്പോൾ നമ്മളെ ഹുക്ക് ചെയ്യണ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. അതായത് ഈ സാധനം കയറി പിടിച്ചാൽ എനിക്ക് ഇത് വർക്ക് ആവും എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. ബാക്കി ഞാൻ പറഞ്ഞ ബാക്കി അവിടെയുള്ള കംഫർട്ടും കാര്യങ്ങളും അല്ലാണ്ട് സ്റ്റോറി പറയുമ്പോൾ ഹുക്ക് ചെയ്ത പോയിന്റ് ഏതായിരുന്നു? എനിക്ക് ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത് ഹുക്ക് ചെയ്തത്. പിന്നെ ഈ ഗോസ്റ്റിൻ്റെ എലമെന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഗോസ്റ്റ് പറ്റുന്ന രീതിയും കൂടെ ട്രാവൽ ചെയ്യുന്നതും അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ബേസിക്കലി എനിക്ക് ഈ ഹൊറർ പടം ഭയങ്കര പേടിയുള്ള ആളാണ്. അഖിലും ഹൊറർ പടം പേടിയാണ്. തിയേറ്ററിലോ അല്ലെങ്കിൽ നമ്മൾ OTT ഹൊറർ പടം ഞാൻ കാണാറില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഹൊറർ പടം നമുക്ക് ഉണ്ടാക്കാം. അതായത് അപ്പോൾ ഈ ഗോസ്റ്റിന് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും നമുക്ക് പിള്ളേരെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന അവർ എൻജോയ് ചെയ്യുന്നൊരു ഗോസ്റ്റ് സ്റ്റോറി ആയിരിക്കും സർവ്വമായ. അപ്പം അത് എനിക്ക് ഭയങ്കര കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചാലും പിള്ളേർ പേടിക്കാത്ത പടമായിരിക്കും. അവർ ചിരിക്കുന്ന ഗോസ്റ്റ് ഫൺ ഗോസ്റ്റ് ആണ്. അപ്പൊ അത് തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിവിന്റെ ഇപ്പൊ നിവിൻ ഈ പറഞ്ഞതുപോലെയാണ് ഈ വ്യത്യസ്തത എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് കുറച്ചേറെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ പടം പോലെ ആവരുത് അടുത്ത പടം എന്നുള്ള രീതിയിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്ന ഒരാളാണ്. തൊട്ടുമുമ്പത്തെ പടം അത് തന്നെ നമ്മൾ വീണ്ടും ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി പക്ഷേ ഒരു സാധനം നിവിന്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ മാറിയൊന്നും പോകണ്ട, ഇത് ചെയ്താൽ മതി എന്നുള്ളൊരു കൂടുതൽ വെറൈറ്റി ഒരു പരിപാടി ഞങ്ങൾ പറഞ്ഞല്ലോ ഇതാണല്ലോ, അത് മാത്രം നീ ചെയ്താൽ മതി. അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട് ശരിക്കും. തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അതായത് ആ റിലേറ്റബിൾ ഹ്യൂമർ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റേത് ചെയ്യുമ്പം ആൾക്കാർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് എന്തോ ആണെങ്കിലും അവർക്ക് അതല്ല കാണാൻ താല്പര്യം. അത് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്, അതവർ ചെയ്തോട്ടെ, നീ ഇത് ചെയ്യും എന്നുള്ള ഒരു ഇതാണുണ്ട്. അപ്പോൾ ഞാൻ കരുതി പ്രഷർ ഇങ്ങനെ പല മെസ്സേജസും വരുമല്ലോ, നമുക്ക് പല സൈഡിൽ നിന്ന് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇനി കുറച്ച് നാൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാത്രം ചെയ്യാം, ഹാപ്പി വൈബ് പടങ്ങൾ മാത്രം ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ അത് നിവിനെ ഇരുത്തി പറയേണ്ട കാര്യം അല്ലെങ്കിൽ കൂടിയും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയില്ല വേറൊരു നടനെ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും ഈ പറയുന്ന പോലെ അടുത്ത പടം നമ്മുടേത് അത് ഗംഭീരമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തന്നെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. നിവിനെന്ത് നേരിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. നമ്മളിപ്പോ പറയുന്നത് നമ്മൾ പ്രേക്ഷകന്റെ സൈഡിൽ നിന്നായിരിക്കും പറയേണ്ടാവുക. ബട്ട് എല്ലാവരും പറയണം ഇത് നിവിന്റെ അങ്ങനെ ഒരു സാധനം എപ്പോഴും ഫീൽ ചെയ്തിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ജനങ്ങളെല്ലാവരും റിലീസിനോട് അടുത്തല്ലോ, അടുക്കുമ്പോൾ ഉള്ള കിട്ടുന്ന കൂടുതൽ മെസ്സേജ് ഞങ്ങൾ വെയിറ്റിംഗ്. എനിക്കിന്ന് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് എന്റെ സ്ക്രീനിൽ വരുന്ന മെസ്സേജുകൾ മുഴുവൻ വെയിറ്റിംഗ് ഫോർ നിവിൻസ് നെക്സ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ. അയ്യോ, അതാണ് നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ ആവോ അങ്ങനെ അറിയില്ല, പക്ഷെ ഒരു നല്ല സിനിമ ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആവട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് തോന്നുന്നു മലയാളം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന രീതി, നമ്മളിപ്പം കണ്ടുവരുന്ന സിനിമകളുടെയും ഒക്കെ രീതി നോക്കുകയാണെങ്കിൽ എല്ലാം ഭയങ്കര രസമുള്ള കുറെ സിനിമകൾ വരുന്നു. ആ സിനിമകൾ നമ്മുടെ അവിടെ മാത്രമല്ല എല്ലായിടത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാണ്. അതായത് നമ്മുടെ ഭാഷയൊക്കെ വിട്ടിപ്പോ വേറെ പലയിടത്തും സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പടമാവട്ടെ
സർവമായ. നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ബസ്റ്റർ, രാജീവേട്ടൻ പറഞ്ഞ ബ്ലോക്ക് ബസ്റ്റർ. ഞാനും അഖില നാട്ടിൽ നിന്ന് ഒരു ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മണി മണി അല്ല, അപ്പൊ അതാണ് ബ്ലോക്ക് ബസ്റ്റർ ആയില്ലെങ്കിലും പറഞ്ഞപ്പോ അവിടെ ഇപ്പൊ ഈ രാജവണ്ടി ചിരിയില്ലേ, മുമ്പ് കുറച്ചും കൂടി ചിരി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ നാളെ റിലീസാണ്, അതുകൊണ്ടാണ് ആ ചിരി. കണ്ണിലൊരു വിഷമവും മുഖത്തൊരു ചിരിയായ രീതിയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഈ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടുന്നു? അല്ല, അതാണ് ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് അഗൈൻ വിത്ത് ഓൾ ദ ലവ് ഫോർ ഓൾ ഓഫ് യു. അടുത്ത ഞാൻ പറഞ്ഞില്ലേ, ഹിറ്റ് എന്ന് പറയുന്നത് അല്ല സമവാക്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഈ പറയുന്നത് പോലെ പ്രൊഡ്യൂസറിന്റെ ഭാഗ്യവും കൂടിയാണ്. ബട്ട് സിനിമ ഇത് കഴിഞ്ഞും വരുന്ന, ഇപ്പം അച്ഛന്റെ ഇതെടുത്ത് പറയണ ഒരു ആ യാഡ് സ്റ്റിക്കിലായിരിക്കുമല്ലോ എപ്പോഴും പറയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും ആ കാലഘട്ടത്തിൽ ഹിറ്റാവാത്ത പടങ്ങൾ വരെയും സത്യൻ സാറിന്റെ പടങ്ങൾ നമ്മൾ ഇന്ന് വരുന്ന ടിവിയിൽ കണ്ട് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്ന് പറയുന്ന പടം അന്ന് ഫ്ലോപ്പാണ്. അപ്പൊ അത് ഫ്ലോപ്പ് ആയപ്പം പ്രിയദർശൻ ചെന്നിട്ട് പറഞ്ഞ അതറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ എടുത്ത് ചോദിച്ചിട്ടില്ല, സത്യൻ സാറിന്റെ ഇന്റർവ്യൂ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രിയദർശൻ ചെന്നിട്ട് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് അത്രയും അടുപ്പ് അവർ തമ്മിൽ ഉള്ളത് കൊണ്ടാണ് അവർക്കത് ചെയ്യാൻ പറ്റുന്നത്. അത് വേറെ കാര്യം. നമുക്ക് നമ്മുടെ ഇടയിലുള്ള കുറച്ച് സൗഹൃദങ്ങൾ പോലെയാണ്. അപ്പം ചെന്നിട്ട് പറഞ്ഞു, സമാധാനമായിടൂ, താൻ കുറെ നാളെ തറവാട് വീടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫിൽറ്റർ പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു, താൻ അങ്ങനെ ഒരു പടം ഉണ്ടാക്കി ഹിറ്റാക്കി കാണിക്കുന്നു. അതിന്റെ വാശിക്ക് ചെയ്ത പടമാണ് വെള്ളാരകളുടെ നാടകം. സമാധാനം ഒരു പടം പൊട്ടിയില്ല. അത് ലെജൻഡറി മറ്റേ ഇതാണല്ലോ, മറ്റേ അർബൻ ലെജൻഡ് ആണല്ലോ ഇവരുടെ ഇടയിൽ. അപ്പൊ അതാണ് പറഞ്ഞത്, ആ പടവും പിന്നീട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്രയധികം അച്ഛന്റെ പടങ്ങൾ നമുക്കൊക്കെ ഇഷ്ടമാണ്. തന്നെയാണ് അവിടെ പോകുന്നത്. നമ്മൾ ഒരു 90s പടത്തിന്റെ ഫ്ലേവർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആ പാറ്റേൺ 90s പടങ്ങളുടെ ഗ്രാമർ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഈ സമയത്ത് ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറെ നാൾ കഴിഞ്ഞിട്ട് 2025 നമ്മുടെ കുട്ടികൾ നമ്മൾ വളർന്നിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, എനിക്ക് നമ്മള് എല്ലാവരും കണ്ടവരെല്ലാം, ഞാനിപ്പോ ഇരുന്ന് ഞാനും മാഹയും ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം കൂടിയാണ്. നമുക്കിതിന്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം അതാ പറഞ്ഞ നാട്, വീട്, നമ്മുടെ ചുറ്റുപാടുകൾ, നമുക്കറിയാവുന്ന കുറെ മനുഷ്യർ, അവരെല്ലാരും ഒന്നിച്ചുള്ള ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. അത് ഇനി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ലൈവായിട്ട് ഇവിടെ വന്നതിന് വളരെ സന്തോഷം. നമ്മുടെ ആൾക്കാരുമായിട്ട് കണ്ടതിന്. ഇനി മറ്റന്നാളെ വൈകുന്നേരമാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നത്. അത് ബാക്കിയുള്ളവരൊക്കെ നാളെ പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം. മറ്റന്നാൾ വേണമെങ്കിൽ ഒന്നുകൂടി വന്നാൽ ഇവരെ നേരിട്ട് കണ്ട് വേണമെങ്കിൽ അഭിപ്രായം പറയാം. മറ്റന്നാൾ നമ്മുടെ 26-ം തീയതി വൈകുന്നേരം ബോക്സിലാണ്. പക്ഷെ നാളെ തിയേറ്റർ റിലീസാണ്. നാളെ തന്നെ നിങ്ങൾക്ക് പോയി കാണാം. നാളെ തന്നെ നിങ്ങൾക്ക്, ഞാൻ അതാണ് പറയാം, എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നല്ലതാണെ നിങ്ങളെ പറയാ, അല്ലെങ്കിൽ നമ്മളോട് പറയാ. Thank you. Fresh Song of the Hour. Brought to you by ABC Cargo and Courier. #1